നടനും എം എൽ എയുമായ മുകേഷിനെതിരെ സി പി എമ്മിൽ തന്നെ പടയൊരുക്കം ശക്തമായി നടക്കുകയാണ്. നടനായ മുകേഷാണ് ആരോപണം നേരിടുന്നത്. സി പി എമ്മുകാരനും എം എൽ എയുമായ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഇല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മുകേഷ് മാറി നിൽക്കണം എല്ലാ സമിതിയിൽ നിന്നും എന്ന് വാദിക്കുന്നവരും കുറവല്ല. 2016 നമുക്കറിയാം മുകേഷ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരുമ്പോൾ തന്നെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന അഭിപ്രായം കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. പി കെ ഗുരുദാസന് ഒരിക്കൽ കൂടി എം എൽ എ ആക്കിക്കൂടെ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. പി കെ ഗുരുദാസൻ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന 4 നേതാക്കൾ ജില്ലയിൽ ഉണ്ടായിരുന്നു. അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നായിരുന്നു കൊല്ലം ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്നാൽ പാർട്ടി സംസ്ഥാന നേതൃത്വം മുകേഷിനെ കൊല്ലത്തേക്ക് കെട്ടി ഇറക്കുകയായിരുന്നു. മുകേഷ് ജയിച്ചു. 2ാം തവണ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും ഇതേ എതിർപ്പുകൾ അണപൊട്ടി വന്നതാണ്. അപ്പോഴും മുകേഷിനെ തന്നെ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ 2ാം തവണയും മുകേഷ് ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം ഇടിഞ്ഞു, വൻതോതിൽ ഇടിഞ്ഞു. മുകേഷ് എം എൽ എ ആയതിനു ശേഷം മുകേഷിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര ശരിയല്ല, നല്ല രീതിയിലല്ല എന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, മുകേഷ് സിനിമാക്കാരനാണ്. മുകേഷിന് സിനിമാ മേഖലയിലെ ആളുകളെയൊക്കെ അറിയാം. എന്നാൽ രാഷ്ട്രീയ തലത്തിൽ നോക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളുകളെയോ ബ്രാഞ്ച് തലത്തിലുള്ള ആളുകളെയോ ഒന്നും മുകേഷിന് വേണ്ട വിധം അറിയില്ല. അങ്ങനെയുള്ള അറിവില്ലായ്മയൊക്കെ അന്ന് രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു. 2ാം തവണ എം എൽ എ ആകുമ്പോൾ ആ പരിഭവങ്ങളും പരാതികളും പാർട്ടിക്കില്ല. പക്ഷേ നിരന്തരമുണ്ടാകുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ലൈംഗിക പീഡനം, അങ്ങനെയുള്ള ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നു വരുന്നത്. ഇത് പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ് ഇന്നലെ ചേർന്ന കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയത്. അതുമാത്രമല്ല, ജില്ലയിൽ മുകേഷിനെതിരെ നടക്കുന്ന സമരങ്ങൾ, പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ വരും നാളുകളിൽ സി പി എമ്മിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, സി പി എം സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. സി പി എം സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ മുകേഷിനെതിരെ സംസ്ഥാനമെങ്ങും ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയും മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യും. സി പി എമ്മിന് വലിയ അവമതിപ്പാണ് മുകേഷ് ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അണികൾ മാത്രമല്ല, നേതൃത്വത്തിനും അത് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നേതൃത്വം പറഞ്ഞത് സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ സർക്കാർ. ആ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പുറത്തു പോകണം എന്ന അഭിപ്രായമാണ് പാർട്ടിക്കെന്ന് പരസ്യമായി പ്രസ്താവന വന്നിരിക്കുന്നത്. ഇനി മുകേഷാണ് ഇക്കാര്യത്തിൽ തീരുമാനിച്ച് മറുപടി പറയേണ്ടത്. മുകേഷിൻ്റെ തീരുമാനം പാർട്ടി പരിശോധിക്കും. അത് കഴിഞ്ഞ് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പുറത്തേക്കാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഏതായാലും മുകേഷ് പാർട്ടിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ജില്ലാ നേതൃത്വം ചോദ്യം ചെയ്തിരുന്നു. മുകേഷ് വേണ്ട, മറ്റാരെങ്കിലും മതി എന്ന് പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം മുകേഷിനെ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. മുകേഷും പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കാനില്ല, മത്സരിക്കാനില്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചുവെങ്കിലും മുകേഷിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നത് സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ മുകേഷിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഒരു വ്യക്തിയാണെന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പൊരിഞ്ഞ രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഉയർന്നത്. അത് ബ്രാഞ്ച് തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ഏരിയ കമ്മിറ്റി തലത്തിലും ജില്ലാ കമ്മിറ്റി തലത്തിലും സംസ്ഥാനം ഒന്നാകെ ഈ ചർച്ച വരുന്ന ആളുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സി പി എമ്മിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുകേഷിനെ ചുമന്നുകൊണ്ട് നടന്നാൽ അതിൻ്റെ ബാധ, ഒഴിയാ ബാധ പാർട്ടിക്ക് ഉണ്ടാകും. അതുകൊണ്ട് മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് എന്ന ഒരു തീരുമാനത്തിൽ സി പി എം എത്തിയത്. അതുമാത്രമല്ല, എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ശക്തമായ നിലപാടും സി പി എമ്മിനുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികളിലെ എം എൽ എമാർക്കെതിരെ ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അവരാരും രാജിവെച്ചിരുന്നില്ല. ജോസ് തെറ്റലിനെ അറിയാം, ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ആരോപണം വന്നത്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തിരികെ, ഒരുപക്ഷെ ആരോപണം തെളിഞ്ഞില്ലെങ്കിൽ തിരികെ മന്ത്രിയായി വരാൻ പാർട്ടി തീരുമാനിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ എം എൽ എ സ്ഥാനം അങ്ങനെയല്ല, ജനങ്ങൾ തീരുമാനിക്കണം. എം എൽ എ സ്ഥാനം രാജിവെച്ചു പോയാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി രാജിവെച്ചു പോയ ആളിൻ്റെ ആരോപണങ്ങൾ കഴുകിക്കളയാൻ സമയം കാണില്ല ചിലപ്പോൾ. ഇനി ഒരുപക്ഷെങ്കിൽ പിൽക്കാലത്ത് ആരോപണങ്ങളെല്ലാം വ്യാജമായിരുന്നു, ഞാൻ പരിശുദ്ധനാണ് എന്ന് തെളിയിച്ച ഒരാൾ മുന്നോട്ട് വന്നാൽ, അദ്ദേഹം ഇലക്ഷന് നിന്നാൽ ജയിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ്, വോട്ടർമാരാണ്, വോട്ടവകാശമുള്ള പൗരനാണ്. അപ്പോൾ
MLA സ്ഥാനം രാജിവെക്കുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. ഏതായാലും മുകേഷിനെ ചുമക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ്.